+2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ധാരാളം ജോലി സാധ്യത വരുന്നൊരു ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുള്ളി റൺ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ്, പേഷ്യൻസ്, നഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രം പോരാ അല്ലേ? ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടെ വേണം. ഇത്തരത്തിൽ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ ഒരു ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻസിനെയും ഹെൽത്ത് വർക്കേഴ്സിനെയും പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ സക്സസ്ഫുൾ റണ്ണിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്സ് ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ് ഓർഗനൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും എല്ലാം. ഇന്ത്യയിലും വിദേശത്തും ധാരാളം ജോലി സാധ്യതയുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. ഉയർന്ന സാലറി, മികച്ച തൊഴിൽ സാഹചര്യം, ബെറ്റർ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു തൊഴിൽ കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പൊക്കെ ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ് ചെയ്യാൻ ഈ ഡോക്ടേഴ്സ് മാത്രം മതിയാവില്ല. ആ ഒരു അവസ്ഥയിലാണ്. അത്രയധികം ഗ്രോത്ത് ആണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനും വർദ്ധിച്ചു. ഒരു ഹോസ്പിറ്റൽ സക്സസ് ആവുന്നത് അവിടെ എത്രത്തോളം ആളുകൾ കൺസൾട്ട് ചെയ്യാൻ വരുന്നത് എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെയൊക്കെ ഒരു ചിന്താഗതി, ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ച് ഒരു ഹോസ്പിറ്റൽ നല്ലതെന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ചികിത്സാ രീതി മാത്രം അനുസരിച്ചിട്ടായിരിക്കില്ല. ആ ഹോസ്പിറ്റൽ കൊടുക്കുന്ന ഫെസിലിറ്റീസും കസ്റ്റമർ സർവീസും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഹോസ്പിറ്റൽ വിജയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുള്ളി റൺ ചെയ്യണമെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമായിട്ടും ആവശ്യമാണ്. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ ജോബ് റോളുകളാണ് വരുന്നതെന്ന് നോക്കാം. ജോബ് റോളുകൾ വന്നിട്ട് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, OP ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, ഡെത്ത് ബർത്ത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റമർ കെയർ, ബില്ലിംഗ്, അക്കൗണ്ടിംഗ്, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, പേറോൾ കാൽക്കുലേഷൻ ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രോണിക് ഡിവൈസ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻ ഓഫീസർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അഡ്മിൻ ജനറൽ തുടങ്ങിയ ഒരുപാട് ജോബ് റോളുകൾ ഒരു ഹോസ്പിറ്റലിന്റെ സൈസിനനുസരിച്ചിട്ട് ഇതിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവാം. ചില ഹോസ്പിറ്റലിൽ ഇതിൽ കുറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റൽ. ഒരുപാട് ജോബ് റോളുകളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. സോ ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്കെല്ലാം +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ജോബ് നോക്കാൻ പറ്റും. ബേസിക് ലെവൽ തൊട്ട് പ്രോ ലെവൽ വരെ പോകാവുന്ന ജോബ് റോളുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഇനി ഇതിന്റെ എല്ലാം ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, പേഷ്യൻസ്, വിസിറ്റേഴ്സ് ഇവരൊക്കെ ഗ്രീറ്റ് ചെയ്യുക, അതായത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ജോബ്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഹോസ്പിറ്റലുകളിലും എൻക്വയറിക്ക് വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അത് ഓൺലൈൻ എൻക്വയറി അല്ലെങ്കിൽ ഡയറക്റ്റ് എൻക്വയറി, ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റ്. OP ഡിപ്പാർട്ട്മെന്റ്, OP രജിസ്ട്രേഷൻ അഥവാ ഒരു പേഷ്യന്റിന്റെ അസുഖ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് OP ഡിപ്പാർട്ട്മെന്റ്. പുതിയ പേഷ്യന്റിന് പുതിയ OP ഷീറ്റ് കൊടുക്കുക, പഴയ പേഷ്യന്റിന് OP ഷീറ്റ് പുതുക്കി കൊടുക്കുക, ഇതൊക്കെയാണ് OP ഡിപ്പാർട്ട്മെന്റിന്റെ ജോബ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, ഫയലുകൾ ഒക്കെ കീപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ മെറ്റീരിയൽ റെക്കോർഡ്സ് അഥവാ പേപ്പർ റെക്കോർഡ്സും ഡിജിറ്റൽ റെക്കോർഡ്സ് അഥവാ കമ്പ്യൂട്ടർ റെക്കോർഡ്സും എല്ലാം ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബില്ലിംഗ്, ഒരു ഹോസ്പിറ്റലിന്റെ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ബില്ല് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ബില്ലിംഗ്. ആൻഡ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. പബ്ലിക് റിലേഷൻ ഓഫീസർ, ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക്കുമായിട്ടുള്ള കണക്ഷന്, കമ്മ്യൂണിക്കേഷന് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. മെഡിക്കൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം നമുക്കറിയാം പല മെഡിക്കൽ ഇൻഷുറൻസുകളും അവൈലബിൾ ആണ് അല്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാത്തവർ വളരെ റെയർ ആയിരിക്കും. ഇത്തരത്തിലൊരു ഹോസ്പിറ്റലിൽ വരുന്ന ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. ഡെത്ത് ബർത്ത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ഡെത്ത് ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെത്ത് ബർത്ത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റലിന്റെ പ്രോപ്പർ വർക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി വരുന്നത്. ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് പേഷ്യൻസ് ആൻഡ് അതേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ, കൃത്യമായ ക്വാളിറ്റി പാറ്റേണോട് കൂടിയിട്ടാണോ ആ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത് എന്നെല്ലാം നോക്കുന്നത് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ സ്റ്റോറിൽ വരുന്ന കണക്കുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്.
പേറോൾ കാൽക്കുലേഷൻ ഡിപ്പാർട്ട്മെന്റ് അഥവാ സാലറി കാൽക്കുലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ പറ്റും. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ അറ്റൻഡൻസ് ബാക്കി കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ സാലറി എത്രയാണെന്ന് കണക്കാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പേറോൾ കാൽക്കുലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എല്ലാ സ്റ്റാഫ്സിന്റെയും എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ആ ഹോസ്പിറ്റലിൽ വരുന്ന സ്റ്റാഫ്സിന്റെ സാലറി, ലീവ്, അവരുടെ മോട്ടിവേഷൻസ്, ട്രെയിനിങ്സ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതും ഈ ഒരു HR ഡിപ്പാർട്ട്മെന്റ് വഴിയായിരിക്കും. ഇലക്ട്രോണിക് ഡിവൈസ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ അവിടെ ഉണ്ടാവും അല്ലെ, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇലക്ട്രോണിക് ഡിവൈസ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതായത് അത്യാഹിത വിഭാഗം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. അഡ്മിൻ ജനറൽസ്, ചെയർമാൻ, ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ ഇവരൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഡയറക്ഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നതും ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതും എല്ലാം അഡ്മിൻ ജനറൽസ് ആയിരിക്കും. ഈ ഒരു ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഒരു കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജോബ് കിട്ടുന്നതല്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നോളജ് ഇതൊക്കെ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിലേക്ക് പോകുന്നത്. ഇനി ഇത്രയും ജോബുകളാണ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവുക, ഇത് മാത്രമാണ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കരുത്. കാരണം ഓരോ ഹോസ്പിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടും ജോബ് റോളുകൾ വ്യത്യാസം ഉണ്ടാകും. ചില ഹോസ്പിറ്റലിൽ ഇതിൽ കൂടുതൽ ജോബ് റോളുകൾ ഉണ്ടാവും, ചില ഹോസ്പിറ്റലിൽ ഇതിൽ കുറവ് ജോബ് റോളുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റലാണ് ജോബ് റോൾ വരുന്നത്. ആൻഡ് ഇപ്പം ചില ആളുകളുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരിക്കലുമില്ല. നിങ്ങൾക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തൊട്ടിട്ട് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ, നഴ്സിംഗ് ഹോമുകൾ, ക്ലിനിക്കുകൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ വീടിന് ചുറ്റുള്ളതിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് വേക്കൻസി വരുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ പെട്ടെന്നൊരു ജോബ്, നിയറസ്റ്റ് ആയിട്ട് ജോബ് കിട്ടണം, വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ജോബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ കോഴ്സിനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസും അറിയാനും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹാവ് എ നൈസ് കരിയർ.